നമസ്തേ, ഏവർക്കും ഇൻഡിജിനസ് ബ്രീഡ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. മത്സ്യകൃഷിയിൽ കർഷകർക്ക് കൈത്താങ്ങായ ഒരു ഫിഷ് ഹാച്ചറിയാണ് ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. നമ്മൾ ഇന്നുള്ളത് തൃശ്ശൂർ ജില്ലയിലെ മണ്ണുത്തിയിൽ സ്ഥിതി ചെയ്യുന്ന മേക്കര ഹാച്ചറിയിലാണ്. ഹാച്ചറിയുടെ പ്രധാന ഹൈലൈറ്റ് ഇവിടെയുള്ള കണ്ടീഷൻ ചെയ്തെടുത്ത കരിമീൻ കുഞ്ഞുങ്ങളാണ്. പൊതുവെ ബ്രാക്കിഷ് വാട്ടർ, അതായത് ഉപ്പ് നിറഞ്ഞ ഒരു ജലത്തിലാണ് കരിമീനിന് കൂടുതൽ വളർച്ച നേടാൻ കഴിയുക എന്ന് പൊതുവായൊരു വിശ്വാസമുണ്ട്. എന്നാൽ ഇവിടുത്തെ കണ്ടീഷൻ ചെയ്തെടുത്ത കരിമീൻ കുഞ്ഞുങ്ങൾ pH തോത് കറക്റ്റ് ചെയ്ത ശുദ്ധജലത്തിലും വളർത്താം എന്ന പ്രത്യേകതയുണ്ട്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അനൂപ് മേക്കര. അപ്പോൾ നമ്മൾ വളർത്തു മത്സ്യ കുഞ്ഞുങ്ങളെ കൊടുക്കുന്ന ഒരു ഹാച്ചറി ഫാമൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫാം സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഏതാണ്ട് ഒരു 10-15 വർഷത്തോളമായി. അപ്പോൾ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഓൾ ഓവർ ഇന്ത്യ അല്ലെങ്കിൽ ഓൾ ഓവർ കേരള നമ്മൾ മൊത്തം മത്സ്യ കുഞ്ഞുങ്ങളെ സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ മത്സ്യക്കുഞ്ഞുങ്ങളെ ആവശ്യമുള്ളവർ നമ്മളായിട്ട് ബന്ധപ്പെടാം. ഇതെങ്ങനെ വളർത്തണം എന്നുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ വിളിക്കാം. ഞാൻ ബേസിക്കലി ആദ്യം ഫിഷറീസിൽ അക്വാകൾച്ചർ കോർഡിനേറ്ററായിട്ട് വർക്ക് ചെയ്യായിരുന്നു. അങ്ങനെയാണ് ഒരു ഫീൽഡിലേക്ക് വരാൻ താല്പര്യം. അങ്ങനെയാണ് ഞാൻ ഫീൽഡിലേക്ക് വരുന്നത്. നല്ല മത്സ്യക്കുഞ്ഞുങ്ങളെ കൊടുക്കുക അല്ലെങ്കിൽ കർഷകർക്ക് എത്തിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഹാച്ചറി തുടങ്ങുന്നത് തന്നെ. അപ്പോൾ അങ്ങനെയാണ് ഹാച്ചറി രംഗത്തേക്ക് നമ്മൾ വരുന്നത്. അപ്പം അത് വിജയകരമായിട്ട് തന്നെ നന്നായി വിജയിച്ചു പോകുന്നു. നല്ല രീതിയിൽ മത്സ്യക്കുഞ്ഞുങ്ങൾ കൊടുക്കുകയും അത് നമ്മൾ തിരിച്ചെടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ മത്സ്യക്കുളങ്ങളിൽ നമ്മൾ എങ്ങനെ കുളം ഒരുക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള കാര്യങ്ങളും മത്സ്യകൃഷി മൊത്തമായിട്ട് എങ്ങനെ ചെയ്യണം, ശാസ്ത്രീയമായിട്ട് ചെയ്യണം എന്നുള്ള രീതികളെ കുറിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പം മത്സ്യക്കുഞ്ഞുങ്ങൾ നമുക്ക് എവിടെ വേണമെങ്കിൽ എത്തിച്ചേരാം. അപ്പോൾ ലാഭകരമായിട്ട് എങ്ങനെ മത്സ്യകൃഷി ചെയ്യണം എന്നുള്ളതാണ് പോയിൻറ്റ്. അപ്പോൾ അതാണ് നമ്മൾ പഠിക്കേണ്ടത്. അല്ലാണ്ട് മത്സ്യകൃഷി എങ്ങനെ ചെയ്യണം എന്നുള്ളതെല്ലാം ഓരോ കൃഷിയിലും അതിൻ്റേതായ രീതികളുണ്ട്. ഇപ്പോൾ പിലോപ്പി ചെയ്യണതായാലും കട്ട്ള ചെയ്യണതായാലും കാർപ്പനുകൾ ചെയ്യണതും അല്ലെങ്കിൽ വരാൽ ചെയ്യുന്നതും കരിമീൻ ചെയ്യുന്നതിലും എല്ലാത്തിലും മത്സ്യകൃഷിയിൽ എങ്ങനെ ലാഭം എടുക്കാം എന്നുള്ളതാണ് നമ്മുടെ കൃഷി രീതി. അപ്പോൾ ആ രീതിയിൽ വേണം മത്സ്യകൃഷി ചെയ്യാനായിട്ട്. അപ്പം നമുക്ക് ലക്ഷങ്ങൾ വരുമാനം തരുന്ന ഒരു കൃഷി രീതിയാണ്. അപ്പോൾ എല്ലാ യുവജനങ്ങൾക്കും അല്ലെങ്കിൽ യുവ സംരംഭകർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷി രീതിയാണ് മത്സ്യകൃഷി. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എത്ര ലക്ഷങ്ങളോ അല്ലെങ്കിൽ എത്ര വരുമാനം വേണോ അത്രയും വരുമാനം നമുക്ക് ഇതിൽ നിന്ന് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു രീതി കൂടിയാണ്. അപ്പം അത്തരത്തിലുള്ള കൃഷി രീതികൾ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ബന്ധപ്പെടാം. നല്ല വലിപ്പമുള്ള കുഞ്ഞുങ്ങൾ, നല്ല ക്വാളിറ്റിയുള്ള കുഞ്ഞുങ്ങൾ, നല്ല ക്വാളിറ്റിയുള്ള ഫീഡ് നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളായിട്ട് എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ വിളിക്കാം. നമ്മൾ ഏതൊക്കെ വെറൈറ്റീസാണ് ഇവിടെ പെർട്ടിക്കുലർലി ചെയ്യുന്നതെന്ന്? അപ്പോൾ നമ്മളിവിടെ മെയിനായിട്ട് ചെയ്യുന്നത് വളർത്തു മത്സ്യങ്ങൾ തന്നെയാണ്. വളർത്തു മത്സ്യങ്ങളിൽ ഇപ്പോൾ കാർപ്പനുകൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വരാൽ, മെയിനായിട്ട് ഇപ്പോൾ വരാലാണ് നമുക്ക് നല്ല ലാഭം തരുന്ന ഒരു കൃഷി. അപ്പോൾ വരാലിൻ്റെ കൃഷിയിൽ പറയുകയാണെങ്കിൽ നമ്മൾ സ്റ്റാർട്ടർ കൊടുത്തുകൊണ്ട് കമ്പനി തീറ്റ കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാം. അതിനുശേഷം കൈത്തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ വരാൽ നന്നായി കഴിക്കുന്നുണ്ട്. അപ്പോൾ കൈത്തീറ്റ കൊടുക്കാം. കൈത്തീറ്റ കൊടുത്ത് നമുക്ക് വരാലിനെ വളർത്തിയെടുക്കുമ്പോൾ നമുക്ക് ഒരു 1 കിലോ മീനിന് ഒരു 100 രൂപ ചിലവിലേക്കൊക്കെ എത്തുന്നുള്ളൂ. അപ്പം നമുക്ക് 200 രൂപ പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. അപ്പം നമുക്ക് 6 മാസം കൊണ്ട് തന്നെ നമുക്ക് ഈൽഡ് എടുക്കാൻ പറ്റുന്ന ഒരു കൃഷിയാണ് വരാൽ കൃഷി. അപ്പോൾ നമുക്ക് എങ്ങനെ പോയാലും ഒരു 700 ടു ഒരു 800-900 ഗ്രാമൊക്കെ നമുക്ക് വരാൽ എത്തുന്നുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ കൂടുതലും വരുന്നുണ്ട്. പക്ഷേ ആവറേജ് നമുക്കൊരു 700-ൻ്റെ മേലേക്ക് കിട്ടുന്നുണ്ട് 6 മാസം. നമ്മൾ ഈ എഡിബിൾ ഫിഷസ് ഏതൊക്കെ വെറൈറ്റീസാണ് ഇവിടെ ഉള്ളത്? ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് നമുക്ക് സീഡ്സ് ഉള്ളത് ഏതൊക്കെയാണ്? എഡിബിൾ ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ ഉള്ളതെല്ലാം വാള, ആസാം വാള നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷിയാണ്. അതുപോലെ കരിമീൻ, ശുദ്ധജല കരിമീൻ, അതുപോലെ സോൾട്ട് വാട്ടർ, കാളാഞ്ചി, കട്ട്ള, രോഹു, മൃഗാല്, അതുപോലുള്ള മത്സ്യങ്ങൾ, ബാക്കിയെല്ലാം എഡിബിളായിട്ടുള്ള എല്ലാ മത്സ്യങ്ങളും, ഗൗരാമി ഒക്കെ നമ്മൾ ചെയ്യുന്നതാണ് ഇവിടെ. അപ്പോൾ അതിൻ്റെ കുഞ്ഞുങ്ങളെ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ വിളിക്കാം. അപ്പോൾ കൺസൾട്ടിങ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് കുളത്തിൽ. ഈ കാർപ്പനുകളിൽ തന്നെ ഏറ്റവും വലിപ്പം വരുന്ന മീനുകളിൽ ഒന്നായിട്ട് വരുന്നതാണ് കട്ട്ള. അത് മേൽത്തട്ടിൽ നിന്ന് ഭക്ഷണം സ്വീകരിക്കുന്ന ഒരു മീനാണ് കട്ട്ള. അത് ഓരോ തട്ടിൽ വേണം കാർപ്പനുകൾ വളർത്താൻ. കാർപ്പനുകൾ ഒരിക്കലും ഒരാളും ടാങ്കിലോ ചെറിയ കുളങ്ങളിലോ വളർത്തരുത്. വളരില്ല, വളർച്ച കുറവായിരിക്കും ചെറിയ കുളങ്ങളിലൊക്കെ. അപ്പോൾ അതനുസരിച്ച് വലിയ കുളങ്ങളിൽ വേണം കാർപ്പനുകൾ ചെയ്യാനായിട്ട്. അപ്പോൾ കാർപ്പനുകൾ എടുത്ത് കൃഷി ചെയ്യുന്ന ആൾക്കാരോട് പ്രത്യേകം എനിക്ക് പറയാനുള്ളത്, ഡാമുകൾ അല്ലെങ്കിൽ കോറികൾ വലിയ ഏരിയകളിൽ നോക്കിയിട്ട് വേണം കാർപ്പനുകൾ ചെയ്യാൻ. അപ്പോൾ അത്തരത്തിലെ കാർപ്പനുകൾ വളരുള്ളൂ. നമ്മുടെ കയ്യിൽ കോഴിയുടെയൊക്കെ സീഡ്സ് ഉണ്ട്. അപ്പോൾ ജാപ്പനീസ് കോഴി, കോഴിയുടെയൊക്കെ സീഡ്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ കരിമീൻ്റെ തന്നെ ഇപ്പം നമ്മൾ കരിമീൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറയാം.
കരിമീൻ കൃഷി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു വട്ടം വിത്തിറക്കി കഴിഞ്ഞാൽ കരിമീൻ പിന്നീട് നമുക്ക് ആ കുളത്തിൽ വിത്തിറക്കേണ്ടതായിട്ട് തന്നെ വരില്ല. അത് ഓട്ടോമാറ്റിക് നാച്ചുറലായിട്ട് ബ്രീഡ് ചെയ്യുന്ന ഒരു മീനാണ് കരിമീൻ. പിന്നെ നമുക്കറിയാലോ നല്ലോണം വിലയും കിട്ടും. നമുക്ക് വലിയ ചിലവൊന്നും വരുന്നില്ല. ഇപ്പോൾ അത്യാവശ്യം ഹോട്ടൽ വേസ്റ്റാ അല്ലെങ്കിൽ തവിട പിണ്ണാക്ക് എന്തെങ്കിലും കുഴച്ചിട്ട് കൊടുത്താൽ നമുക്ക് ഫീഡായി, വേറെ വീട്ടിൽ ചിലവ്. കരിമീനിൽ മോർട്ടാലിറ്റി വരാറുണ്ടോ സാധാരണ കുട്ടികൾ? മോർട്ടാലിറ്റി ഇവിടെ വരുന്നില്ല. ഇവിടെ ഫുൾ കണ്ടീഷൻ ചെയ്ത് നല്ല ട്രീറ്റ് ചെയ്ത കുഞ്ഞുങ്ങളെയാണ് കൊടുക്കുന്നത്. പിന്നെ ഇത് ഗവൺമെൻറ് അപ്രൂവ്ഡ് ആയിട്ടുള്ളൊരു ഹാച്ചറിയും കൂടിയാണ്. നിങ്ങൾക്ക് സബ്സിഡിയും കാര്യങ്ങൾക്കൊക്കെ നമ്മുടെ അപ്രൂവ് ആയിട്ടുള്ള ഹാച്ചറിയും കൂടിയാണ് ഗവൺമെൻറ് pH. അതെ pH 7 വരണം. അപ്പോൾ പH മെയിനായിട്ട് നോക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അതിപ്പോൾ pH ഇപ്പോൾ ഒരു 6 നിന്നാലും കുഴപ്പമില്ല, ഒരു 7 അല്ലെങ്കിൽ ഒരു 8 വരെയൊക്കെ പോവാം, പ്രശ്നമൊന്നുമില്ല. പിന്നെ നമുക്ക് ഈ കരിമീൻ വളർത്താനായിട്ട് നമുക്ക് ഈ ചാണകമൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് പ്ലവങ്ങളൊക്കെ നിറയും. ഓട്ടോമാറ്റിക് നാച്ചുറലായിട്ട് തീറ്റകൾ നമുക്ക് കരിമീനിന് കിട്ടും. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യും. നമുക്ക് കരിമീൻ്റെ സീഡ്സ് എത്ര റേറ്റാണ് വരുന്നത്? കരിമീൻ്റെ സീഡ്സ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ സൈസ് അനുസരിച്ച് എല്ലാ സീഡിൻ്റെ റേറ്റുകൾ വരുന്നത്. നമുക്ക് ചെറിയ സീഡാണെങ്കിൽ നമുക്ക് 5 രൂപ തൊട്ട് സ്റ്റാർട്ട് ചെയ്യും, ചെറുത്. പിന്നെ അതനുസരിച്ച് 10 രൂപ 15 രൂപ അങ്ങനെ വലിപ്പം അനുസരിച്ച് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അത് റേറ്റ് വരും. ഇപ്പം നമ്മുടെ കയ്യിൽ 15 രൂപ വരെ നമുക്ക് കാണാം കരിമീൻ്റെ കുഞ്ഞുങ്ങളുണ്ട് ഇപ്പോൾ നമ്മുടെ അടുത്ത്, വലിയ കുഞ്ഞുങ്ങൾ. അപ്പോൾ എന്താ പ്രത്യേകത വെച്ചാൽ ഇപ്പോൾ വെറുതെ കിടക്കുന്ന കുളങ്ങളാന്ന് നോക്കി വേറെ ഒന്നും ചെയ്യേണ്ട. കരിമീൻ വലിപ്പമുള്ള നോക്കിയിട്ട് ഒരു 100 ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ആ കുളം നിറച്ച് കരിമീനായിരിക്കും. മനസ്സിലായ? വെറുതെ ഇട്ടാൽ മതി, നമ്മൾ വിതച്ചാലേ കൊയ്യാൻ പറ്റുള്ളൂ അല്ലേ? അപ്പോൾ അതുപോലെ കരിമീൻ നമ്മളൊരു 100 വെറുതെ ഇട്ട് നോക്കിയാൽ ആ കുറേ കഴിഞ്ഞ് നോക്കുമ്പോൾ നിറച്ച് കരിമീനായിരിക്കും. എന്ന് വെച്ചാൽ കരിമീൻ നന്നായി ബ്രീഡ് ചെയ്യും. നമ്മൾ ഈ ഉപ്പുകുളത്തിൽ നിന്ന് കൊണ്ടുവന്നിട്ട് പല ആൾക്കാരെയും ഈ ആലപ്പുഴ അല്ലെങ്കിൽ ഈ കായലിൽ നിന്നൊക്കെ പോയിട്ട് കരിമീൻ കൊണ്ടുവന്നിടും. എന്നിട്ട് ഒരാഴ്ച നമ്മളേക്ക് മുഴുവൻ ചത്തുപോകും. അത് നിൽക്കില്ല ഒരിക്കലും. സോൾട്ട് വാട്ടറിലെ കരിമീനാണ്. അതിനെ ശുദ്ധജലത്തിൽ കൊണ്ടിട്ടാൽ നിൽക്കില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതുപോലത്തെ ഹാച്ചറികളിൽ നിന്ന് വാങ്ങാൻ നോക്കുക. അപ്പോൾ കരിമീൻ പിടിച്ചു കിട്ടും. നമ്മളെ കണ്ടീഷൻ ചെയ്ത സാധനങ്ങൾ അടിപൊളി കുഞ്ഞുങ്ങൾ നിങ്ങൾക്ക് കാണാം. തീറ്റയിടുമ്പോൾ തീറ്റയൊക്കെ എടുക്കുന്നത് കാണാൻ പറ്റും. നമ്മൾ ശരിക്കും നമ്മൾ പിലോപ്പി വളർത്തുന്ന പോലെ തന്നെ കരിമീൻ വളർത്താൻ പറ്റും. പലർക്കും അറിയാത്ത കാര്യമാണ്. അപ്പോൾ നമ്മൾ പാലക്കാട് നിന്നൊക്കെ ഒരുപാട് കർഷകർ നമ്മൾ വിളിക്കാറുണ്ട്, അത് നമ്മുടെ വെള്ളത്തിൽ കരിമീൻ ചെയ്യാൻ പറ്റുമോ, കരിമീൻ വളരുമോ? അവർക്ക് സംശയമാണ്. 2 ദിവസം മുന്നേ ഈ ചേട്ടൻ വന്ന ടൈമിലൊന്നാണ് 2 ദിവസം മുന്നേ കരിമീൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളുടെ കരിമീനൊക്കെ ഇത്രയും വലിപ്പോയി, നല്ല സൈസ് ആയിക്കണം. അപ്പോൾ ആൾ വീണ്ടും കരിമീൻ എടുക്കുക. ആൾ സാമ്പിളായിട്ട് ഒരു 50 കൊണ്ടുപോയതാണ്, ഒക്കെ വലുതായി, ഒരു 250-300 ഗ്രാമിൻ്റെ അടുത്തേക്ക് വലുതായി. അപ്പോൾ ആൾ കുറച്ചുകൂടി കരിമീൻ നന്നായി പിടിക്കുന്നുണ്ട് നമ്മുടെ വെള്ളത്തിൽ. അത് കരിമീനെ നമ്മൾ പിടിച്ചെടുക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. വെറുതെ നമ്മൾ എല്ലായിടത്തും പോയി കായലിൽ നിന്ന് വാങ്ങി വലിയിട്ട് എടുക്കുന്ന കരിമീൻ നിൽക്കില്ല. കാരണം എന്താ വെച്ചാൽ ഈ കരിമീൻ്റെ ഒരു ചതമ്പലി പോയി കഴിഞ്ഞാൽ ആ കരിമീൻ ഒരാഴ്ചക്കുള്ളിൽ ഡെഡാവും. അത് പലർക്കും അറിയാത്ത കാര്യമാണ്. കരിമീൻ അത്രയും സെൻസിറ്റീവാണ്, ഭയങ്കര ഫാസ്റ്റ് ആയിട്ടുള്ള മീനാണ്, വളരെ സെൻസിറ്റീവാണ്. ഇവരുടെയൊക്കെ ശരിക്കും നമുക്ക് ഹാർവെസ്റ്റ് എത്ര മാസം സാധാരണ കരിമീനൊക്കെ നമ്മളിപ്പോൾ ഹാച്ചറിയിൽ നിന്ന് മേടിക്കുന്ന കരിമീനൊക്കെ ഒരു കരിമീൻ്റെ ഹാർവെസ്റ്റിംഗ് പീരീഡ് എന്തായാലും 8-9 മാസം പിടിക്കും. നമ്മൾ നാടൻ മീനാണ്. നമുക്ക് മറ്റേ വെയിറ്റ് എന്തോരം എത്ര ഗ്രാം? ഒരു 250-300 ഗ്രാമൊക്കെയാണ് നമുക്ക് ഹാർവെസ്റ്റിംഗ് പീരീഡ് ഒരു വർഷത്തെ. അതെ ഗ്രോത്ത് വരിക. പിന്നെ നമ്മൾ തീറ്റയൊക്കെ കൊടുക്കണ അനുസരിച്ച് ഒരു 400 ഗ്രാമൊക്കെ എത്തും. അല്ലെ മെയിൽ കരിമീനായിരിക്കും ഏറ്റവും കൂടുതൽ ബോഡി വെയിറ്റ് വരിക. അതിൻ്റെ ഫീമെയിൽ എപ്പോഴും ബോഡി വെയിറ്റ് കുറവായിരിക്കും. അത് നമുക്ക് കണ്ടറിയാൻ പറ്റും. എല്ലാ മീനുകളും അങ്ങനെ തന്നെയാണ്. ഇപ്പം മനുഷ്യനായാലും പട്ടിയിലും കോഴിയിലും എല്ലാവരും ബോഡി വെയിറ്റ് എപ്പോഴും മെയിലായിരിക്കും. അത് വരാലിലായാലും അങ്ങനെ തന്നെയാണ്. വരാൽ നമ്മൾ പറയാറുണ്ട് ഇതെന്താ നമ്മൾ ഒരു 100 എടുക്കുമ്പോൾ പകുതി ചെറുത് പകുതി വലുത്, പലർക്കും അറിയാത്ത കാര്യങ്ങളത്. ആ ഫീമെയിലും മെയിലും വരുന്നതുകൊണ്ടാണ്. ഒരിക്കലും ഒരു ബ്രീഡ് ചെയ്യുമ്പോൾ നമുക്ക് അതിനെ ഫീമെയിലിനും അല്ലെങ്കിൽ രണ്ടിനും വേർതിരിച്ച് ബ്രീഡ് ചെയ്യാൻ പറ്റില്ല. ബ്രീഡ് ചെയ്യുമ്പോൾ അങ്ങനെ വരിക. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു കാറ്റഗറിയിൽ വരുന്നത്. കുഞ്ഞുങ്ങളെല്ലാം അങ്ങനെ തന്നെ വരിക, മെയിലും ഫീമെയിലും കൂടിയാണ് വരിക. അപ്പം അതിലത്തെ മെയിലുകളൊക്കെ എപ്പോഴും നല്ല സൈസായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെയാണ് കരിമീൻ്റെ കാര്യങ്ങളും. കരിമീൻ എന്ന് പറഞ്ഞാൽ പിന്നെ ഒരുപാട് പ്രത്യേകതയുള്ള മീനാണ്. അവർ ഇപ്പം ഒരു എണ്ണ ജീവിതത്തിൽ ഉണ്ടാവുള്ളൂ എന്ന് പറയാം കരിമീനിന്. ആ എണ്ണ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ കരിമീനാണ് ഇല്ല എന്ന് പറയാം. അത്രയും നല്ലൊരു മീനാണ് കരിമീൻ. അപ്പം അവർ മുട്ട പിടിപ്പിച്ച് അങ്ങനെ ബ്രീഡ് ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും അവർ ഒത്തൊരുമോട് കൂടിയിട്ടാണ് കുഞ്ഞുങ്ങളെ ബ്രീഡ് ചെയ്യിക്കണത് തന്നെ. അപ്പോൾ അതുപോലത്തെ ഒരു നല്ലൊരു മീനാണ് കരിമീൻ. ഒരുപാട് പ്രത്യേകതയുള്ള മീനാണ് കരിമീൻ. അപ്പം കരിമീൻ കുട്ടികളെ വാങ്ങുന്ന ഹാച്ചറികളിൽ നിന്ന് ഈ നമ്മൾ ഈ തോട്ടിൽ നിന്നും പുഴയിൽ നിന്നൊക്കെ പോയി കളക്ട് ചെയ്യുന്ന മീനെ പിടിച്ചിടാതെ നമ്മൾ നല്ല ഹാച്ചറിയിൽ കണ്ടീഷൻ ചെയ്ത കുഞ്ഞുങ്ങളെ നോക്കി മേടിക്കണം. അപ്പം എന്നാൽ മാത്രമേ വെള്ളത്തിൽ പിടിച്ചു കിട്ടുള്ളൂ.
ഒരു വട്ടം ഇട്ടാൽ പിന്നെ കുളത്തിൽ നിറച്ച് കരിമീനായിരിക്കും. നമ്മുടെ ഈ സാധാരണ ജലാശയങ്ങളിൽ കാണുന്ന മറ്റ് മീനുകളുണ്ടല്ലോ, ഇപ്പൊ ഈ കാരി എന്നൊക്കെ പറയുന്ന, അനാബസ്, കല്ലേക്കുട്ടി എന്നൊക്കെ പറയുന്ന, അതിന്റെയൊക്കെ സീഡ്സ് നമുക്ക് ഇവിടെ അതിന്റെ സീഡ്സ് ഉണ്ട്. വേണ്ട, പിന്നെ തന്നെ അനാബസ് എന്ന് പറയും. കാരിയൊക്കെ സാധാരണ നാടൻ. അതെ, ശരിക്കും നമുക്ക് ഗ്രോത്ത് വരാറുണ്ട്. ഇപ്പൊ ഈ സാധാരണ ഗ്രോത്ത് നല്ല ലാഭമായിട്ടുള്ള കൃഷിയാണ്. കാരിക്ക് ഇപ്പം നമുക്ക് 250 രൂപയൊക്കെ കിട്ടുന്നുണ്ട്. അപ്പം കാരി നമുക്ക് കുഞ്ഞുങ്ങൾക്ക് സൈസ് അനുസരിച്ച് തന്നെയാണ് റേറ്റ്. ഒരു 6 രൂപ അല്ലെങ്കിൽ 10 രൂപ വലിപ്പമുള്ള കുഞ്ഞുങ്ങൾക്ക് അങ്ങനെയൊക്കെയാണ് വരുന്നത്. ബ്രീഡാവോ? പെട്ടെന്ന് ബ്രീഡാവില്ല. നാടൻ മീനാണ്, സമയമെടുക്കും. പക്ഷെ നമുക്ക് കൃഷി അടിസ്ഥാനത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു മത്സ്യം കൂടിയാണ്. പക്ഷേ ഇതൊക്കെ ഒരു പരീക്ഷണമല്ല ശരിക്കും പറഞ്ഞാൽ. നല്ല അല്ല, കാര്യമൊക്കെ ഒരുപാട് കൃഷി ചെയ്യുന്നുണ്ട് ആൾക്കാർ. പിന്നെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിയ കൃഷി ഇപ്പോഴത്തെ ഒരു അടിസ്ഥാനത്തിൽ നമ്മൾ വരാല് കൊടുക്കുന്നുണ്ട്. നമ്മൾ വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും പരീക്ഷണങ്ങൾ ചെയ്തിട്ടുണ്ട്? ഇപ്പോൾ ഇത് ഇപ്പോൾ പോപ്പുലർ അല്ലാത്ത വേറെ പരീക്ഷണങ്ങൾ ഇപ്പം നമ്മൾ വേറെ ഒന്നുമില്ല, കരിമീൻ തന്നെയാണ് ഇപ്പോൾ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. കരിമീൻ കുറച്ചുകൂടി ഹൈബ്രിഡ് ആക്കാനുള്ള ഒരു പരീക്ഷണം. വരുമാനം തരുന്ന അതെ, 1-2 വെറൈറ്റികളൊക്കെ വരുന്നുണ്ട് നമ്മുടെ അടുത്ത്. അപ്പോൾ ഇനി പരീക്ഷണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അതുപോലെ ഇപ്പം നാടൻ മത്സ്യങ്ങളായിട്ടുള്ള മലിഞ്ഞി, മനസ്സിലായോ, അതൊക്കെ നമ്മൾ എങ്ങനെ നമുക്ക് കൃഷി അടിസ്ഥാനത്തിൽ ചെയ്യാൻ പറ്റുന്നുള്ള കാര്യങ്ങളാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും മഞ്ഞക്കൂരിയൊക്കെ ഇപ്പോൾ ബ്രീഡിങ് ചെയ്യാനായിട്ടുള്ള നാടൻ മത്സ്യങ്ങളാണ് മഞ്ഞക്കൂരി. അപ്പം അതും അങ്ങനത്തെ നാടൻ വെറൈറ്റികൾ നമ്മൾ നോക്കാനുള്ള പരിപാടിയില്ല. അത് നമുക്ക് കൃഷി അടിസ്ഥാനത്തിൽ ചെയ്യുമ്പോൾ വരുമാനം കിട്ടണം. അതിനൊക്കെ പറ്റിയ മീനുകളാണ് മഞ്ഞക്കൂരി അല്ലെങ്കിൽ ഈ മലിഞ്ഞിൽ എന്നൊക്കെ പറയില്ല, നമ്മളെ പാമ്പ് പോലത്തെ മീൻ. അതൊക്കെ ഇപ്പോൾ കാണാണ്ടായി തുടങ്ങി. പക്ഷെ നല്ല മെഡിസിനൽ പവറുള്ള മീനുകളത്. അപ്പം വരാലിനെ പറ്റി തന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ നാടൻ മത്സ്യമായിരുന്നു വരാൽ. അപ്പം അതിൻ്റെ വിയറ്റ്നാം വെറൈറ്റിയാണ് നമ്മുടെ അടുത്തുള്ള. പെല്ലറ്റ് ട്രെയിൻഡ് ആയിട്ടുള്ളതാണ്. നമുക്ക് പെല്ലറ്റ് കൊടുത്ത് നമ്മുടെ ടാങ്കുകളിലും ചെറിയ ടാങ്കുകളിൽ ഒരു 500 ലിറ്ററിൻ്റെ ടാങ്കിൽ വരെ നമുക്ക് വരാൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന രീതിയായി ഇപ്പോൾ. അപ്പോൾ വരാലിൻ്റെ പ്രത്യേകത വെച്ചാൽ ആയുർവേദ വിധിപ്രകാരം നമുക്ക് ആയുർവേദം പറയുന്ന ഭക്ഷിക്കാൻ പറ്റുന്ന ഒരു മത്സ്യം വരാലാണ്. അതുകൊണ്ട് ആയുർവേദം ഒരു മത്സ്യം ഭക്ഷിക്കാൻ പറയില്ല. എന്ന് വെച്ചാൽ ഇപ്പോൾ പ്രസവം കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾക്ക് 30 ദിവസം നമ്മൾ വരാൽ വെച്ച് കൊടുക്കുക, കറി വെച്ച് കൊടുക്കുക. തേങ്ങ വെച്ച് കറി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ എന്താ ഗുണമെന്ന് വെച്ചാൽ മുറിവുണങ്ങി. അത്രയും മെഡിസിനും വാല്യൂ ഉള്ള മീനത് വരാൽ. വേറെ ഒന്നും വേണ്ട, മനസ്സിലായ? അത്രയും ആൾക്കാർക്ക് ഭക്ഷിക്കേണ്ട മീനാണ് അത്. അപ്പോൾ അതിൽ ഇപ്പോൾ പ്രോട്ടീൻ പറയുകയാണെങ്കിൽ മുട്ടയുടെ 3 ഇരട്ടി പ്രോട്ടീനാണ്. അതും ഫുൾ ഡൈജസ്റ്റബിൾ പ്രോട്ടീനാണ്. മുട്ടയേക്കാൾ ഡൈജസ്റ്റ് ചെയ്യുന്ന പ്രോട്ടീനാണ് വരുന്നത്. അപ്പോൾ നമുക്ക് കിഡ്നി പേഷ്യൻസാ അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ കൊടുക്കാം വരാൽ. അങ്ങനത്തെ ക്വാളിറ്റി കൂടിയിട്ടുള്ള മാംസമാണ് അതിൻ്റെ വരാലിൻ്റെ. ഇപ്പോൾ ലാർജ് സ്കെയിൽ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ ഈ ടാങ്കിലൊക്കെ ചെയ്യുന്നവരുണ്ടല്ലോ, മറ്റേ ടാർപോളിൻ, നമ്മുടെ ഈ ചെറിയ ഒരു ഏകദേശം 20,000 ലിറ്റർ 30,000 ലിറ്റർ ആ വെള്ളത്തിലൊക്കെ നമുക്ക് ഇതിൻ്റെ വെള്ളത്തിൻ്റെ ലിറ്റർ ക്വാണ്ടിറ്റി അനുസരിച്ച് ഇവരെ കൂടുതൽ ക്വാണ്ടിറ്റി ഇട്ട് കഴിഞ്ഞാൽ അമോണിയ കൂടാനായിട്ടുള്ള ചാൻസസ് ഉണ്ടല്ലോ. അതെ അതെ അതെ. ഇവർക്ക് അങ്ങനെ പ്രശ്നമുണ്ടോ? വരാലുകൾക്ക് അങ്ങനെ? വരാലിന് അങ്ങനെ പ്രശ്നമില്ല. വരാലിന് അമോണിയയുടെ പ്രശ്നം, pH-ന്റെ പ്രശ്നം, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല. അപ്പം നമുക്ക് ഇപ്പോൾ ഏത് വെള്ളത്തിലും വളർത്താം. വെള്ളം കുറവായാലും വളർത്താം. കുറച്ചാളൊന്ന് ശ്രദ്ധിക്കണം. ആ വെള്ളമൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് ഒരു 200-250 ഗ്രാം അല്ലെങ്കിൽ 200 ഗ്രാം വരെയൊക്കെ വരാലിന് നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ അവർ ഏത് വെള്ളത്തിൽ കിടന്നാലും ഒരു പ്രശ്നമില്ലാത്ത നല്ല രീതിയിൽ വളർത്താം. പിന്നെ പടുതയിലൊക്കെ നമുക്ക് പെല്ലറ്റ്, അതുകൊണ്ടാണ് പെല്ലറ്റ് ഇപ്പോൾ വരാൽ അധികം നമുക്ക് വരാൽ അറിയാലോ, പെല്ലറ്റ് കൊടുത്താൽ കഴിക്കില്ല. ട്രെയിൻ ചെയ്ത് നമ്മളിപ്പോൾ തരണത്. വരാലിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ നമുക്ക് കാണാം, നല്ല വലിപ്പമുള്ള കുഞ്ഞുങ്ങളാണ്. മാക്സിമം വലിപ്പമുള്ള ഇടാൻ നോക്കുക നിങ്ങൾ. അപ്പോൾ ഒരു സെൻറ്റിൽ വേണമെങ്കിൽ ഒരു 1000 കുഞ്ഞുങ്ങളെ ചെയ്യാൻ പറ്റും വരാൽ. ഹൈ ഡെൻസിറ്റിയിൽ ചെയ്യാൻ പറ്റുന്ന കൃഷിയാണ്. അപ്പോൾ ഏതാണ്ട് ഒരു 1000 മത്സ്യം ചെയ്താൽ തന്നെ ഒരു 300 വെച്ച് കൂട്ടി കഴിഞ്ഞാൽ തന്നെ ഒരു ടൺ 1000 കിലോയ്ക്ക് 3 ലക്ഷം രൂപയായി. 1000 മീനിൽ നിന്ന് കിട്ടുന്നു. ചിലവ് കഴിഞ്ഞാലും നമുക്ക് 2 ലക്ഷം വരുമാനമാണ്. നമുക്ക് മോർട്ടാലിറ്റി എന്ന് പറയാനായിട്ട് ശരിക്കും അതിൽ മോർട്ടാലിറ്റി കുറച്ചുണ്ടാവും. അപ്പോൾ വലിയ കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ അധികം ഉണ്ടാവില്ല. ചെറിയ കുഞ്ഞുങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് പിടിച്ച് തിന്നുന്ന ഒരു മത്സ്യം കൂടിയാണ് വരാലും. 1000 ഇട്ടാൽ ഒരു 10-800 കിട്ടും. വലിയ കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ ഒരു 10-200 നഷ്ടപ്പെട്ടു പോകും. പിന്നെ നമ്മൾ തീറ്റക്രമം
ക്രമീകരിക്കുക. വരാലിന് ഒരിക്കലും 2 നേരം 3 നേരം തീറ്റ കൊടുക്കാണ്ടിരിക്കുക. 4 5 തവണ തീറ്റ കൊടുക്കുക. രാത്രിയിൽ ഫീഡ് ചെയ്യുക. അതൊക്കെയാണ് വരാൽ കൃഷിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. രാത്രിയിൽ നല്ല രീതിയിൽ തീറ്റ എടുക്കുന്ന മത്സ്യമാണ്. രാത്രിയിൽ ഏറ്റവും കൂടുതൽ വെട്ടി തിന്നുന്ന മത്സ്യമാണ് വരാൽ. അപ്പോൾ രാത്രിയിലാണ് അവരുടെ ഭക്ഷണം. അപ്പോൾ നമ്മൾ അത് അറിഞ്ഞിട്ട് വേണം രാത്രിയിലാണ് ഫീഡ് ചെയ്യേണ്ടത്. രാത്രി ചൂടുവെള്ളത്തിൽ അല്ലെങ്കിൽ നല്ല ചൂടുള്ള വെള്ളത്തിൽ കൊണ്ട് നമ്മൾ വെയിലുള്ള സമയത്ത് കൊണ്ട് വരാലിനെ തീറ്റിയിട്ട് വരാൽ തിന്നാൻ മുകളിൽ അത് മുഴുവൻ വേസ്റ്റായി പോകുള്ളൂ. രാത്രി അല്ലെങ്കിൽ സൂര്യൻ അസ്തമിക്കുന്ന സമയം തൊട്ട് വരാൽ നന്നായിട്ട് തീറ്റെടുക്കും. അപ്പം വരാലിന് തീറ്റ കൊടുക്കേണ്ടത് 4 5 തവണയായിട്ട് മെല്ലെ മെല്ലെ കൊടുക്കുക. അതാണ് വരാലിൻ്റെ ഫീഡിങ് ടൈപ്പ്. അപ്പം അങ്ങനെ നമുക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ കൊറിയർ സർവീസ് ഉണ്ടല്ലേ? കൊറിയർ ദൂര സ്ഥലങ്ങളിലാണ്. പിന്നെ നമുക്ക് ലോകത്ത് എവിടെ വേണമെങ്കിലും മത്സ്യം എത്തിക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട് കൊറിയർ. അതിപ്പോൾ ട്രെയിനായാലും ഫ്ലൈറ്റ് ആയാലും എങ്ങനെ വേണമെങ്കിലും എത്തിക്കാം. എവിടെ എത്തിക്കണമെന്ന് നിങ്ങൾ പറയുക, അതിൻ്റെ കൊറിയർ ചാർജ് നിങ്ങൾ തരിക, സാധനം നമുക്ക് അവിടെ എത്തിക്കാം ഉത്തരവാദിത്തത്തിൽ. ഓക്കെ, അതിന് ഫുൾ ഗ്യാരണ്ടിയിൽ നമ്മൾ സൈറ്റിൽ എത്തിച്ചു കൊടുക്കും. പിന്നെ നമ്മൾ അയക്കുന്ന പാഴ്സലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് ഓർഡർ തരാം. ഫോണിൽ വിളിച്ച് ഓർഡർ തരാം. അല്ല ഓൺലൈനായിട്ട് നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് പെറ്റ് സർവീസുകളുണ്ട്. ഇപ്പോൾ കേരളം മുഴുവൻ പെറ്റ് സർവീസ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ നമുക്ക് മീൻ അയച്ചു തരാം. അപ്പോൾ അത് അതിൻ്റെ സർവീസ് ചാർജ് നിങ്ങൾ കൊടുക്കുക, കൊറിയർ ചാർജ് നിങ്ങൾ കൊടുക്കുക. നിങ്ങളിങ്ങോട്ട് വന്ന് മേടിക്കണ്ട, സുഖമായിട്ട് നിങ്ങളുടെ വീടുകളിലേക്ക് മീൻ എത്തുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ അടുത്തേക്ക്, വീടുകളിലേക്ക് എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ച വീട്ടിലേക്ക് എത്തുന്നല്ല കേട്ടോ, അടുത്ത് കൊറിയർ സർവീസ് എവിടെയാണോ അവിടേക്ക്. ഓക്കെ.